അലീനയും കൂട്ടി സ്റ്റാൻലി കൊളത്തൂപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്നുണ്ട്. പാർക്കിലേക്കും ബീച്ചിലേക്കും സിനിമാ തിയേറ്ററിലേക്കും അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിലേക്കും ഒക്കെ അലീനെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഇതുവരെ അലീനെ കാണാത്ത പോലത്തെ ഹോട്ടലുകളും അങ്ങനെ പല പല സ്ഥലങ്ങളിലും സ്റ്റാൻലി അവളെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കോട്ടയത്തേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്ന വൈജ സ്റ്റാൻലിയെയും അതുപോലെ തന്നെ അലീനയും കാണാനിടയാവുകയാണ്. രണ്ടുപേരെയും കണ്ട് വൈജ ആകെപ്പാടെ ഷോക്കായി നിൽക്കാണ്. അവരുടെ പിന്നാലെ തന്നെ നടന്ന് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ശേഷം കൊളത്തൂപ്പുഴയ്ക്ക് സ്റ്റാലിയുടെയും അലീനയുടെ പിന്നാലെ കാർ ഓടിച്ച് വൈജ കൊളത്തൂപ്പുഴയ്ക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കൊളത്തൂപ്പുഴയിൽ വെച്ച് സ്റ്റാലിയും അലീനയും ഡോറ് തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന കാർ അവരുടെ മുറ്റത്തിട്ട് വണ്ടി തിരിച്ച് ഡോറ് തുറന്ന് ഇറങ്ങുന്ന സ്ത്രീയെ കണ്ട് സ്റ്റാലിയും അലീനയും ഒരുപോലെ അമ്പരന്ന് നിൽക്കാണ്. നായ്ക്കൾ ഓടിയിരുമ്പോഴേക്കും സ്റ്റാൻലി കൈ കാണിച്ച് അവരെ വിരട്ടി ഓടിക്കുന്നുണ്ട്. വൈജ ദേഷ്യപ്പെട്ട് സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നുണ്ട്. ഇതാരാണപ്പ എന്ന ചിന്തയിൽ നിൽക്കുകയാണ് ആൻ്റപ്പനും പൗലോസും വൈജയും ഒക്കെ. അകത്തേക്ക് വരാൻ വൈജയോട് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയും വൈജയും അലീനയും കൂടിയിട്ട് അകത്തെ മുറിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്യാണ്. ആദ്യം ഒരു പെണ്ണ് വന്നു, ഇപ്പതേ ഒരു സ്ത്രീ. എന്തൊക്കെ ഇവിടെ നടക്കുന്ന പൗലോസേ എന്ന് ആൻ്റപ്പൻ പറയുമ്പം ആർക്കറിയാം ഇനി ഇതുവരെ ആണോ ആ കൊച്ചിന് തള്ള എന്ന് പൗലോസ് ചോദിക്കുമ്പം ആർക്കറിയാം, ചെറിയൊരു ഷേപ്പൊക്കെ ഉണ്ട്, ഇനി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇസ്മി യാസിയിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് എങ്ങനെയാണ് വൈജയും ഇവരും തമ്മിൽ കണ്ടുമുട്ടുന്നുള്ള കഥകൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി വൈജ സ്റ്റാലിനെയും അലീനയും മാറി മാറി നോക്കുകയാണ്. വൈജയന്തി എന്ന് പറയുമ്പം നിങ്ങൾക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ടല്ലേ എന്നും ചോദിച്ചുകൊണ്ട് വൈജ സ്റ്റാലിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് അലീന വാ പൊത്തി നിൽക്കുന്നുണ്ട്. മേഡം എന്ന് വിളിക്കുമ്പം മിണ്ടിപ്പോകരുത് നീ എന്ന് പറയാണ്. താൻ 23 വർഷങ്ങൾക്ക് മുമ്പ് ചതച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ, താൻ ഒറ്റ കാരണം എൻ്റെ ജീവിതം നശിച്ചു എന്ന് വൈജ പറയുന്നുണ്ട്. താൻ കാരണം ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന് തനിക്കറിയുമോ എന്ന് ചോദിക്കാണ്. വൈജയന്തി സമാധാനപ്പെടൂ, ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടിടത്തോളം എല്ലാം എനിക്ക് മതിയായി. നിങ്ങളൊരു ചതിയനായിരുന്നു, ഒരു രാക്ഷസൻ. എന്നെ പറഞ്ഞു മയക്കി ഒരുമിച്ച് താമസിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞില്ലേ നിങ്ങൾ എന്ന് ചോദിക്കാണ്. അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് വൈജ പറയുന്നുണ്ട്, ഇയാളുമായിട്ട് നിനക്ക് എങ്ങനെയാടി പരിചയം? എനിക്ക് മനസ്സിലായി, വരാൻ നേരം നീ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ, ആഗ്രഹകഥകളൊക്കെ പറഞ്ഞ്. ഇയാളായിരിക്കും അല്ലേ നിന്റെ പറഞ്ഞത്? അത് മാത്രമല്ല, നിന്നെ അങ്ങോട്ടേക്ക് അയച്ചത് ഇയാളാണെന്നും എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവൻ തകർക്കാൻ. എന്തിനാണോ 23 വർഷങ്ങൾക്ക് ശേഷം താൻ എൻ്റെ അടുത്തേക്ക് ഇവളെ പറഞ്ഞയച്ചത്? എൻ്റെ ജീവൻ നശിപ്പിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അന്ന് തന്നെ സ്നേഹിച്ചതിന് ഞാൻ ഒരുപാട് അനുഭവിച്ചു. 1 വർഷത്തോളം മാനസിക രോഗിയെപ്പോലെ ഒരു മുറിക്കുള്ളിൽ ഞാൻ അടഞ്ഞു കിടന്നു. അതൊന്നും പോരായിരുന്നോ? ഇനി എന്തിനാ ഇവളെ കൂടി പറഞ്ഞുവിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചത്? എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഇവളെ കൈക്കലാക്കി. പോരാത്തിൻ്റെ സഹോദരങ്ങളെയും അമ്മയും എല്ലാവരെയും എന്നിൽ നിന്നും ഇവളെ തെറ്റിച്ചു. എന്നിട്ട് ആ സ്ഥാനം ഇവളെ കയ്യേറി. എൻ്റെ ഭർത്താവ് ഇപ്പം എന്നോട് ജീവിക്കില്ല, എന്നോട് മിണ്ടുപോലെയില്ല. എൻ്റെ മക്കളും അങ്ങനെ തന്നെ. എല്ലാത്തിനും കാരണക്കാരി ഈ ഒരുമ്പട്ടവൾ ഒറ്റയെടുത്തിയ ഈ നാശം പിടിച്ചവൾ. ഇവൾ ആരാ? നിങ്ങളെ കീപ്പാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വൈജ അനാവശ്യം പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവൾക്ക് നേരെ കൈ ചൂണ്ടുന്നുണ്ട്. വേണ്ട, നിർത്തിക്കോ, എനിക്ക് മനസ്സിലായി ഇവൾ ആരാണെന്ന്. വാടക കൊലയാളി എന്നൊക്കെ പറയുന്നത് പോലെ താൻ വാടകയ്ക്ക് എടുത്തായിരിക്കുമല്ലേ ഇവളെ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് തൻ്റെ കൂടെ താമസിക്കാൻ ഈ ബംഗ്ലാവില് താൻ ഒറ്റയ്ക്കേ ഉള്ളല്ലേ? തൻ്റെ കൂടെ ഇവളും ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാണ്. വൈജയന്തി, മതി, നിർത്ത്, കാര്യങ്ങളറിയാൻ സംസാരിക്കരുത്. നീ കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറണം. പണ്ട് ഞാൻ കണ്ട വൈജയന്തി ഇങ്ങനല്ലായിരുന്നു. അല്ല, പണ്ട് താൻ കണ്ട വൈജയന്തി ഇങ്ങനല്ലായിരുന്നു. മാടപ്രാവിനെ പോലെ ചിരിക്കാൻ മാത്രം അറിയാവുന്ന, ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനും ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ തൻ്റെ വരയിൽ ഞാൻ വീണു പോയത്. അങ്ങനെ എൻ്റെ ജീവിതം നശിച്ചു പോയില്ലടോ എന്ന് ചോദിക്കാണ്. ബാലചന്ദ്രൻ എന്നൊരാള് എന്നെ വിവാഹം കഴിച്ച കാര്യമൊക്കെ താൻ അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ടല്ലേ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും താൻ ഇവളെ പറഞ്ഞയച്ച് എൻ്റെ കുടുംബം തകർക്കാൻ നോക്കിയത്?
തനിക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? പിന്നെ ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇടിച്ചു കയറി വന്നിട്ടില്ല. തൻ്റെ വിവാഹം കഴിഞ്ഞവരൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അന്നും ഞാൻ വന്നിട്ട് ശല്യപ്പെടുത്തിയില്ലല്ലോ. താൻ എനിക്കൊരു കുട്ടിയെ സമ്മാനിച്ചു, എൻ്റെ ജീവിതം നശിപ്പിച്ചുവെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും എന്നോട് ഇത്ര വൈരാഗ്യം? ഇവളെ എന്തുകൊണ്ടാ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് ചോദിക്കാണ്. വൈജ, നീ നടങ്ങ്, ഞാൻ പറയാം. പൗലോസേ, എടാ പൗലോസേ എന്ന് വിളിക്കാണ്. പൗലോസ് ഓടി വരുന്നുണ്ട്. എന്താ സാബ്? 3 ജ്യൂസ് എടുക്കണം, ഞങ്ങൾക്ക് 3 പേർക്കും, അത് മുകളിലേക്ക് എന്ന് പറയുന്നുണ്ട്. ശരി സാബ് എന്നും പറഞ്ഞവർ പോവാണ്. വൈജ, മുകളിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. ദേ, ഈ പിഴച്ചോളുണ്ടല്ലോ, ഏതോ ഒരുത്തി പിഴച്ചിട്ടിട്ട് പോയ ഈ നാശം പിടിച്ചോൾ, ഇവള് കാരണമാണ് എല്ലാം സംഭവിച്ചത്. വൈജ, പറയുന്ന വാക്കുകൾക്ക് നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇമാതിരിയുള്ള സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കണം. ഇതൊക്കെ ഒരു സ്ത്രീക്ക് ചേർന്ന ഭാഷകളല്ല. സ്ത്രീ, അതെല്ലാം എന്തോ എനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. സമാധാനം, സന്തോഷം, ജീവിതം, എൻ്റെ സ്വഭാവം എല്ലാം എനിക്ക് പോയി. നിങ്ങൾ ഒറ്റ കാരണം. ശരി, ഞാൻ സമ്മതിച്ചു, ഞാൻ കാരണമാണ്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് നൽകണമല്ലോ. അതുകൊണ്ട് മുകളിലേക്ക് വാ, ഞാൻ കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞ് സ്റ്റാൻലി വൈജയും അലീനയും കൂട്ടി മുകളിലേക്ക് പോവാണ്. ആ ഒരു നിമിഷം അലീനയ്ക്ക് ഇത് സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവിടെ നിൽക്കാണ്. ചെറുതായി അവളൊന്ന് ഞുള്ളി നോക്കുന്നുണ്ട്. താനുള്ളത് സ്വപ്നലോകത്താണോ? അല്ല, ശരിക്കുള്ളത് തന്നെയാണ്. തൻ്റെ അമ്മയാണ് മുമ്പിൽ നിൽക്കുന്നത്, തന്നെ ജനിപ്പിച്ച തൻ്റെ സ്വന്തം അമ്മ. തൻ്റെ അച്ഛനാണ് തൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും 23 വർഷമായി താൻ കാണാൻ കൊതിച്ച, താൻ അനുഭവിക്കാൻ ആഗ്രഹിച്ച ആ ഒരു സമയം, ആ ഒരു ഘട്ടം വന്നെത്തിയിരിക്കുകയാണ്. തൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് തൻ്റെ കൺമുമ്പിൽ, രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പിടിക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. ഒരുപാട് കാലം കൊണ്ട് താൻ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. അമ്മയെന്നും വിളിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച്, അച്ഛാന്ന് വിളിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ നിൽക്കണം. ഭയങ്കരമായിട്ടും അവളുടെ മനസ്സിൽ ആ ആഗ്രഹം തോന്നുകയാണ്. പെട്ടെന്നാണ് വൈജയന്തി പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി നാടകം കളിച്ച് എൻ്റെ ജീവിതം തകർക്കുമായിരുന്നല്ലേ? അലീന, എനിക്കിപ്പോൾ ഒരു കാര്യം അറിയണം. ബാലേന്ദ്രനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ട് അയച്ചതെന്നാണല്ലോ നീ പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അതല്ല സത്യമെന്ന്. പകരം നീയാണ് ഈ സ്ഥലം അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇവിടെ ഇങ്ങനൊരു വീടുണ്ടെന്നും ഇവിടെ ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് നീയല്ലേ അയാളുടെ മുമ്പിൽ അഭിനയിച്ച് ഇങ്ങോട്ടേക്കാക്കിയത്. പതിയെ എൻ്റെ ഭർത്താവിനെ കാര്യങ്ങൾ ധരിപ്പിക്കാനല്ലേ നിന്റെ വിചാരം എന്ന് ചോദിക്കുമ്പം അവളെ നീ കുറ്റം പറയണ്ട. മനസ്സിലായി, നിങ്ങളായിരിക്കും എല്ലാത്തിനും കാരണക്കാരൻ എന്ന് പറയുമ്പോഴേക്കും പൗലോസ് അങ്ങോട്ടേക്ക് ജ്യൂസും കൊണ്ട് വരുന്നുണ്ട്. ആ ജ്യൂസ് വാങ്ങി സ്റ്റാൻലി വൈജിക്ക് നേരം നീട്ടുമ്പം വായിച്ച് മുഖം തിരിക്കുകയാണ്. ആ ടേബിളിലേക്ക് 3 ജ്യൂസും കൂടി പൗലോസ് വെക്കുന്നുണ്ട്. പൗലോസ് പോയിക്കോളൂ, ഇങ്ങോട്ടേക്ക് ആരും കയറി വരണ്ട, പറഞ്ഞു മനസ്സിലായല്ലോ. എല്ലാവരും ബംഗ്ലാവിന് പുറത്തായിരിക്കണം എന്ന് സ്റ്റാൻലി പറയുമ്പം ശരി സാബ് എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് പുറത്തേക്ക് പോവാണ്. ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, എന്തായടോ, എന്തെങ്കിലും കേട്ടോ, എന്തെങ്കിലും മനസ്സിലായോ? ആ പെണ്ണുമുള്ള അവിടെ കിടന്ന് ഭയങ്കര ബഹളവാ. സാബിന് നേരെ ഭയങ്കര ചൂടാവില്ല, അലിനിക്ക് നേരെ എന്തോ പ്രശ്നം കാര്യമായിട്ടുണ്ട്. അവതക്കുട്ടിച്ചാനെ വിളിച്ച് വിവരം അറിയിച്ചാലോ? എന്തിന്? അന്ന് പുള്ളിയോടെ അലീന എന്ന് പറഞ്ഞ കൊച്ചിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? പുലി പോലെ വന്ന ആള് എലി പോലെ പോയില്ലേ? അതുപോലെ തന്നെയാവും ഈ കേസും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടോ. അയാളെ കൂടെ വിളിച്ച് സൽക്കരിക്കാന്നല്ലാതെ ഒരു ഉദ്ദേശമില്ല. അയാളുടെ വായനകളുള്ളത് എന്തിനാ കേൾക്കുന്നേ എന്ന് ആൻ്റെപ്പം പറയുമ്പോൾ അത് ശരിയായിന്ന് പൗലോസും പറയുന്നുണ്ട്. അങ്ങനെ വൈജിയോട് സ്റ്റാൻലി പറയാണ്, 23 വർഷം നീയും ഞാനും അറിയാതെ നമ്മക്കടലിൽ കിടന്ന കളിച്ച ഒരുപാട് പേരുണ്ട്. നമ്മൾ രണ്ടും അറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് നമ്മുടെ ബന്ധുക്കാർക്ക് എന്ന് പറയുമ്പോൾ ആരെയാണ് ഇനി പഴിചാൻ ശ്രമിക്കുന്നത്? വേണ്ട, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ആരാണെന്നും നിങ്ങളൊരു ചതിയനാ, ഒരു രാക്ഷസൻ. ഞാൻ ആ അവസ്ഥയിൽ കിടന്നപ്പോൾ പോലും നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചില്ലേ? എൻ്റെ കുഞ്ഞ്, അല്ല നമ്മുടെ കുഞ്ഞ് ജീവനോടുണ്ടോയെന്നെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ചോ? എങ്ങനെ സാധിച്ചു സ്റ്റാൻലി നിങ്ങൾക്കതിന്? നിങ്ങളെന്നോട് കാണിച്ച സ്നേഹമൊക്കെ സത്യമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്നോട് തന്നെ വെറുത്തുപോയി. എന്തുമാത്രം സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അഭിനയിച്ചു. എൻ്റെ വയർ തലോടി നമ്മുടെ കുഞ്ഞിനെ എന്തുമാത്രം നിങ്ങൾ ലാലിച്ചു.
നിങ്ങൾക്ക് ആഗ്രഹം ഒരു പെൺകുഞ്ഞിനെയായിരുന്നു. അതുപോലെ ഞാനൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചത്. ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് സാധിച്ചില്ല എൻ്റെ പൊന്നുമോളെ. ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ ഞാൻ കേട്ടത്. എന്തുമാത്രം ഞാൻ കരഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? അത് കേൾക്കുമ്പം അലീനയുടെ ഉള്ളു പടയുന്നുണ്ട്. തൻ്റെ അമ്മ തന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അലീനയ്ക്ക് ആ നിമിഷം മനസ്സിലാവുകയാണ്. തന്നെ ഒന്ന് കാണാനും ഒന്നെടുക്കാനും തൻ്റെ അമ്മ ഒരുപാട് കൊതിച്ചിരുന്നു. എല്ലാവരും കൂടെ എല്ലാം നശിപ്പിക്കുകയായിരുന്നെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് രണ്ട് വീട്ടുകാരും കൂടി ആ ചതി അച്ഛനോടും അമ്മയോടും ചെയ്തില്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നാര മകളായി ഞാൻ അവരുടെ കൂടെ വളരുമായിരുന്നു. എനിക്കും സഹോദരങ്ങളുണ്ടായേനെ എന്നൊക്കെ അലീന അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, വൈജി, സത്യങ്ങളൊന്നും നമുക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. ഇത്രയും കാലം നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ പോയ സമയം കൊണ്ട് നീ വേറെ വിവാഹം കഴിച്ചല്ലോ എന്ന് ഞാൻ കരുതിയത്. നിന്നോട് എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, നിന്നോട് വെറുപ്പുണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു. നിന്നോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോയി. നിങ്ങളല്ലേ ആ ഒരു 6 മാസത്തിനുള്ളിൽ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുമ്പം, ഇല്ല, ഞാൻ കല്യാണം കഴിച്ചില്ല. നീയും ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം 2-3 വർഷത്തിന് ശേഷമാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്ന് പറയുമ്പോൾ വൈജി ഞെട്ടിപ്പോന്നുണ്ട്. അങ്ങനെയല്ലല്ലോ ഗംഗേട്ടനും അച്ഛനും ഒക്കെ എന്നോട് പറഞ്ഞത്. അതാ വൈജി ഞാൻ പറഞ്ഞത്. നീയും ഞാനും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിലുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കരുത് എന്ന് പറയുമ്പം, അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. നമ്മളെ രണ്ട് വീട്ടുകാരും കൂടി ചതച്ചതാ വൈജെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജി ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എന്നെ പറ്റിച്ചിട്ട് പോയതല്ലേ? അല്ല, ഞാൻ നിന്നെ പറ്റിച്ചിട്ട് പോയതല്ല. നമ്മുടെ മകളെ കാണണമെന്ന് നിന്നേക്കാളും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഞാൻ. നിന്റെ വയലിൽ തൊട്ട് എത്രമാത്രം ഞാൻ എൻ്റെ മകളെ കളിപ്പിച്ചിരിക്കുന്നു. നിന്നോട് എനിക്ക് എന്തുമാത്രം സ്നേഹമായിരുന്നു എന്ന് നീ ഓർക്കുന്നില്ലേ? ഈ ലോകത്ത് എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഞാൻ ഏറ്റവും സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്. മറ്റാരെയും ഞാൻ അതുപോലെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ സ്റ്റാൻലി ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി നടന്ന കഥയൊക്കെ പറയാണ്. അന്ന് നിന്നെ നോക്കാനായിട്ട് ഞാനൊരു ആയെ ഏൽപ്പിച്ചില്ലേ? അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. നിന്നെ വിവാഹം കഴിക്കണമെന്ന് അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ സഹോദരങ്ങളും അതുപോലെ കുടുംബത്തിലെ വലിയ പ്രമാണിമാരും എല്ലാം ഈ സംഭവം അറിഞ്ഞ് അതിനൊട്ടും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നീ ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു അവർക്ക് കാര്യം. അങ്ങനെ ഒരിക്കലും ഈ കല്യാണം സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ സപ്പോർട്ട് എന്നത്. പക്ഷേ അതിനുശേഷം അമ്മച്ചിക്ക് അസുഖം കൂടി. ഞാൻ ഇവിടെ ഉണ്ടെന്നും നിന്റെ അടുത്ത് ആരുമില്ലായെന്നും നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ചറിയിച്ചത് എൻ്റെ അപ്പച്ചനാ. അങ്ങനെ അപ്പച്ചനാ അങ്ങോട്ട് വിളിച്ചറിയിച്ചത്. അതിനുശേഷമാണ് നിന്റെ അച്ഛനും ഗംഗേട്ടനും ശിവേട്ടനും എല്ലാം കൂടി അങ്ങോട്ടേക്ക് വന്ന് നിന്നെ അവിടുന്ന് വലിച്ചു കയറ്റി കൊണ്ടുപോയത്. അന്ന് ഫോണോ ഇതുപോലത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ അവിടെ ഇല്ല എന്നറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ നിന്നെ അന്വേഷിച്ച് ആഗ്രയിലെത്തിയിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് എൻ്റെ അമ്മ മരിച്ചു. കുറച്ച് താമസിച്ചാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ അറിയാൻ കഴിഞ്ഞു നിന്നെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോയെന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ അവിടെ നിന്നെ തിരുവനന്തപുരത്തെ ഒരു വീട്ടിലേക്ക് അവർ മാറ്റിയിരുന്നു. നിനക്കറിയാലോ, നിന്റെ പ്രസവം അവിടെ വെച്ചായിരുന്നല്ലോ. ആ സമയത്തൊക്കെ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ നിന്റെ വീട്ടുകാരെല്ലാം കൂടി എന്നെ അപമാനിച്ച് പറഞ്ഞയക്കായിരുന്നു. അതിനുശേഷം ഞാൻ ഒരുപാട് അന്വേഷിച്ചു നീ എവിടെയാണെന്ന്. സോഷ്യൽ മീഡിയ, ഫോണോ ഒന്നും ഇല്ലല്ലോ. പിന്നെ നിന്നെ ഞാൻ എങ്ങനെ കണ്ടെത്തും? നിന്റെ കൂട്ടുകാരും എൻ്റെ കൂട്ടുകാരും അങ്ങനെ അറിയാവുന്ന എല്ലാവരോടും ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചു വൈജയന്തി എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാവോന്ന്. പക്ഷെ നിന്നെക്കുറിച്ച് ആർക്കും ഒരറിവും ഇല്ലായിരുന്നു. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആഗ്രയിലും അതുപോലെ കൊല്ലപ്പള്ളിയിലും പല സ്ഥലങ്ങളിലേക്കും വീണ്ടും അന്വേഷിച്ചു. പലരെ കൊണ്ടും അന്വേഷിപ്പിച്ചു. ആർക്കും ഒരു ഉത്തരവില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആക്സിഡൻറ്റ്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ആക്സിഡൻറ്റ്. ആ ആക്സിഡൻറ്റ് നിന്റെ വീട്ടുകാർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാ. അത് വിളിച്ചു പറഞ്ഞത് ഒരു പക്ഷേ എൻ്റെ അപ്പച്ചനായിരിക്കാം. പക്ഷെ എന്നെ കൊല്ലാൻ നോക്കുമെന്ന് അപ്പച്ചൻ അറിഞ്ഞു കാണില്ല. എന്നെയും എൻ്റെ സുഹൃത്തിനെയും വണ്ടി ഇടിച്ചിട്ടു. പക്ഷെ എൻ്റെ സുഹൃത്ത് അവിടെ വെച്ച് തന്നെ മരിച്ചു. ഞാൻ 6 മാസം കോമയിലായിരുന്നു. ആ കോമയിൽ കിടന്ന സമയത്താണ് എൻ്റെ വീട്ടുകാർ കല്യാണക്കുറി അച്ചടിച്ച് നിങ്ങളുടെ വീട്ടുകാരിൽ കൊടുത്തു വിട്ടത്. അവിടെ വന്നിട്ട് നിന്നെ അവർ പറഞ്ഞ് ധരിപ്പിക്കുകയായിരുന്നു ഞാൻ വേറെ വിവാഹം കഴിച്ചുവെന്ന്. എൻ്റെ അമ്മ മരിച്ച കൃത്യം 1 മാസം കഴിഞ്ഞപ്പോഴായിരിക്കണം നീ കുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞ് മരിച്ചു പോയെന്നും എന്നോടൊരു കള്ളം പറഞ്ഞതാ എന്ന് പറയുമ്പോഴേക്കും വൈജയ്ക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. കുഞ്ഞ് മരിച്ചു പോയെന്ന് അവർ കള്ളം പറഞ്ഞാണെന്നോ? അപ്പോൾ ആ കുഞ്ഞ് മരിച്ചില്ലേ? നമ്മുടെ കുഞ്ഞ് മരിച്ചില്ലേ സ്റ്റാൻലി എന്ന് ചോദിക്കാണ്.
അയാളുടെ മുഖത്തേക്ക് നോക്കി വൈജി ചോദിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞപ്പോ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ആ കുട്ടി ജീവനോടെ ഉണ്ട് എന്ന് പറയുമ്പം ആരാ സ്റ്റാൻലി അത് എന്ന് ചോദിക്കാണ്. പറയാം, സമയമാവട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 6 മാസം കഴിഞ്ഞ് കോമയിൽ എഴുന്നേറ്റിട്ട് ഞാൻ പിന്നെ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴും നിന്നെക്കുറിച്ച് ഒരറിവും ഉണ്ടായില്ല. കുട്ടി മരിച്ചു പോയെന്നൊക്കെയാണ് ഞാനും അറിയാൻ കഴിഞ്ഞത്. എൻ്റെ അപ്പച്ചനോടൊക്കെ ഞാൻ പറഞ്ഞപ്പം അതൊരിക്കലും നടക്കില്ല, ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. നടക്കാനും ബാത്റൂമിൽ പോകാൻ പോലും എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു. വീണ്ടും പോയി കുറച്ച് മാസങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും എന്നെ അന്വേഷിച്ചിറങ്ങി. അപ്പോഴും എന്നെ എവിടെയും കണ്ടെത്താനായില്ല. എന്നാൽ അവസാനം നിന്റെയും ബാലേന്ദ്രൻ്റെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിതിനൊന്ന് കാണാൻ പോലും സാധിച്ചത്. അന്ന് നീ ബാലേന്ദ്രൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി, ഞാനിതൊന്നും അറിഞ്ഞില്ല. എന്നോട് പറഞ്ഞിരുന്നത് മതി, എനിക്കെല്ലാം അറിയാം. നിന്നെയും എല്ലാവരും കൂടി കബളിപ്പിക്കുകയായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞെന്നും എൻ്റെ നിശ്ചയം കഴിഞ്ഞെന്നും എനിക്ക് നിന്നെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി നിന്നെ പറ്റിക്കുകയായിരുന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നെയും എല്ലാവരും കൂടി പറ്റിച്ചു, എന്നെയും പറ്റിച്ചു. രണ്ടുപേരുടെ മനസ്സിൽ പല സ്ഥലങ്ങളിലിരുന്ന് പലതരത്തിലുള്ള വഞ്ചനയും കയറ്റിവിട്ടത് നമ്മുടെ വീട്ടുകാർ തന്നെയാ. ദുരഭിമാനക്കൊല ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ, അതുപോലെയായിരുന്നല്ലോ അന്ന് നസ്രാണി പ്രമാണിയായ എൻ്റെ അച്ഛനും ഹിന്ദുവിൽ അതുപോലെ തന്നെ പ്രമാണിയായ നിന്റെ അച്ഛനും. രണ്ടുപേർക്കും അവർ അന്തസ്സും അഭിമാനമായിരുന്നു പ്രശ്നം. മകളെ പിഴച്ച് പ്രസവിച്ചെന്നറിഞ്ഞാൽ അവർ അഭിമാനത്തിന് കേടുപാട് പറ്റും. മോനൊരു ക്രിസ്ത്യാനി പെണ്ണും കൂടെ വന്നെന്നറിഞ്ഞാൽ ഇവിടെ അഭിമാനത്തിന് കേട് പറ്റും. അതുകൊണ്ടാ രണ്ട് വീട്ടുകാരും കൂടി ഇങ്ങനൊരു നാടകം കളിച്ചത്. അതുകൊണ്ട് ഇല്ലാതായത് നമ്മുടെ ജീവിതമാ, അല്ല നമ്മുടെ മകളുടെ. സ്റ്റാലി, ആരാ എൻ്റെ മോൾ? ആരെന്ന് പറ സ്റ്റാലി, എനിക്കെൻ്റെ മോളെ കാണും, അവൾ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ വൈജ്, നീ ഒന്ന് അടങ്ങ് എന്ന് പറയുന്നുണ്ട്. വേണ്ട, എനിക്കൊരു സമാധാനമില്ല. 23 വർഷം, നീണ്ട 23 വർഷമായിട്ട് ഒരു ദിവസം പോലും ഞാൻ കരാതെ കിടന്ന് ഉറങ്ങിയിട്ടില്ല. സ്റ്റാൻലിക്ക് അറിയോ അത്? ഓരോ രാത്രിയിലും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എൻ്റെ വയറിലെ കൈവെക്കും. ആദ്യമായി എൻ്റെ ഉദരത്തിൽ ജന്മം കൊണ്ടത് എൻ്റെ മോളല്ലേ. ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി എന്ത് കൊതിച്ചിട്ടുണ്ടെന്നറിയോ ഞാൻ. എല്ലാ രാത്രിയിലും അവളെ ഞാൻ സ്വപ്നം കാണും. ഒരു കുഞ്ഞു മാലാക എന്നെ തേടി എൻ്റെ അരികിലേക്ക് വരുന്നതും എൻ്റെ നെഞ്ചിൽ തലയായി ചുരുങ്ങുന്നതും. ആദ്യമായി അവൾക്ക് പാൽ കൊടുക്കണം, അവളെ കെട്ടിപ്പിടിക്കണം, അവളെ താരട്ടുപാടി ഉറക്കണം, എല്ലാം എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ബാലേന്ദ്രനെ ഞാൻ ഒട്ടും ഇഷ്ടമില്ലാതാണ് വിവാഹം കഴിച്ചത്, അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും ആവശ്യപ്രകാരം. കാരണം ഞാനന്ന് ഒരു ചതിപറ്റിയിരിക്കുകയാണെന്നാണല്ലോ എൻ്റെ മനസ്സിൽ. സ്റ്റാൻലി എന്ന ദുഷ്ടൻ എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞു പോയി. ഇനിയെങ്കിലും അച്ഛൻ്റെയും ആങ്ങളമാരുടെയും വാക്കനുസരിച്ച് ജീവിക്കാം എന്നായിരുന്നു എൻ്റെ തീരുമാനം. അതുകൊണ്ട് സംഭവിച്ചു പോയതാണെല്ലാം എന്ന് വൈജ് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. ബാലേന്ദ്രനെ 23 വർഷമായിട്ട് താൻ സ്നേഹിച്ചിട്ടില്ലേ? ബാലേന്ദ്രനെ വിവാഹം കഴിച്ചോട് കൂടിയിട്ട് ഞാൻ എല്ലാം മറന്നു. സ്റ്റാൻലിയെയും പിന്നീട് ഞാൻ ബാലേട്ടനെ ഒത്തിരി സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ ആ സ്നേഹം പുറത്തു കാണിക്കാൻ ഇന്നേ വരെ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ എങ്ങോ ഒരു കോണിൽ അപ്പോഴും എൻ്റെ കുഞ്ഞ്, എൻ്റെ സ്റ്റാൻലി എല്ലാം ഉണ്ടായിരുന്നു. ബാലേട്ടൻ്റെ മുഖം ഓർക്കുമ്പം അതെല്ലാം മാഞ്ഞു പോവെങ്കിലും ഞാൻ ബാലേട്ടനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ പ്രകടിപ്പിച്ചിരുന്നില്ല. ദേഷ്യവും വാശിയും വൈരാഗ്യവും എന്നോട് തന്നെയുള്ള ദേഷ്യമൊക്കെ എനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അത് മാത്രമല്ല, സ്റ്റാലിനെ ചതച്ചു പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരുന്നു. എന്തിനാണ് ഈ ജീവൻ ഓർത്ത് ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ പോയിട്ടുണ്ട്. അവിടുന്നൊക്കെ രക്ഷപ്പെടുത്തിയത് അച്ഛനും ആങ്ങളമാരുമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ചതിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സ്റ്റാൻലി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി എന്നെ ശരിക്കും പറ്റിച്ചു. ഇത്രയും വർഷമായിട്ട് ഗംഗേട്ടൻ പോലും ഒന്ന് പറഞ്ഞില്ല എൻ്റെ മകള് ജീവനോടെ ഉണ്ടെന്ന്. എൻ്റെ അച്ഛൻ മരിക്കാഞ്ഞതിന് പോലും എന്നോടൊരു കാര്യം പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വൈജി ഓർക്കുന്നുണ്ട്. അല്ല, മരിക്കാൻ നേരം അച്ഛൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാൻ വന്നു. പക്ഷേ പറയാതിന് മുമ്പ് തന്നെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുമ്പം സ്റ്റാൻലിക്ക് മനസ്സിലാവുകയാണ് അത് അലീനയുടെ കാര്യമാണെന്ന്. അമ്മയും അച്ഛനും പറഞ്ഞ കാര്യമെല്ലാം കേട്ട് നിശബ്ദമായി അവിടെ നിൽക്കണം അലീന. അലയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വൈജി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ഇവിടെ നിൽക്കുന്നത്? നീ ഒറ്റയൊരുത്തിയാണ് എൻ്റെ രണ്ടാമത്തെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നത്. ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, വൈജെ ഞാൻ പറഞ്ഞു, നീ ദേഷ്യപ്പെടാതെ, നീ അവസരപ്പെടാതെ എന്ന് പറയുന്നുണ്ട്. ഇല്ല സ്റ്റാൻലി, ഇവളെ വീട്ടിലേക്ക് കയറി വന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് സ്റ്റാൻലിക്ക് അറിയില്ല. എൻ്റെ ബാലേട്ടനെയും മക്കളെയും എന്നിത് പിരിച്ചതിന് കാരണക്കാരി ഇവൾ ഒറ്റ എഴുത്തിയ എന്ന് പറയുമ്പം അതെല്ലാം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലിയാണോ ഇവളെ? അല്ല, ഇവളെങ്ങനെ ഇവിടെ എത്തി? ഇവളെ സ്റ്റാൻലിക്ക് എങ്ങനെ അറിയാം?
എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഇവൾ, ഒരു അനാഥാലയത്തിൽ വളർന്ന അനാഥ. എന്നിട്ട് അവിടെ പോയി കൊണ്ടുവന്നതാ മനുവേട്ടനും മനുവും ബാലേട്ടനും കൂടി ഇവളെ കൊണ്ടുവന്നത്. കുറച്ച് നാള് ബാലിന് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. എന്നാൽ കുറച്ചു നാൾക്ക് ശേഷം ബാലിന് പെട്ടെന്നൊരു മാറ്റം വന്നു. ഇവളോട് ഭയങ്കര സ്നേഹം, എന്നോട് ഭയങ്കര വെറുപ്പും. അറ്റാക്കൊക്കെ ഉണ്ടായ സമയത്തായിരുന്നു ഇവളുടെ ആ ഒരു ദേഷ്യവും വെറുപ്പും എല്ലാം. പക്ഷേ ഇവൾ ഒറ്റയൊരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഇതുപോലെ ആയിപ്പോയത് എന്ന് പറയുമ്പം അതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ വൈജയ് എന്ന് പറയുന്നുണ്ട്. അല്ല സ്റ്റാൻലി, തെറ്റിദ്ധാരണയൊന്നും അല്ല. ഇവള് കാരണം കണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം ഇതുപോലെ ആയിപ്പോയത്. മേഡം, അതിന് ഞാനത് തെറ്റ് ചെയ്തു. നീ തെറ്റൊന്നും ചെയ്തില്ലേടി? ഇല്ലേ, ഒന്നും ചെയ്തില്ലേ? നീയല്ലേ ബാലിനെയും രോഹിത്തിനെയും എല്ലാത്തിനെയും വശീകരിച്ചത്, എൻ്റെ ആങ്ങളമാരെയും അമ്മയും എല്ലാവരെയും. എന്നിട്ട് ഒന്നും അറിയാത്തുള്ളപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ? അല്ല സ്റ്റാൻലി, എനിക്കറിയണം ഇവളെങ്ങനെയാ ഇവിടെ വന്നത്. അത് പറ. ബാലിനാണല്ലോ ഇവൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോ ഇവളും നിങ്ങളും നേരത്തെ അറിയായിരുന്നോ, അതോ ബാലിനറിയായിരുന്നോ? എനിക്ക് തല പൊട്ടുന്നു. എന്താ സ്റ്റാൻലി, ശരിക്കും എന്താ സംഭവിച്ചത്? ബാലേട്ടനപ്പോ നിങ്ങളെ കണ്ടോ? നിങ്ങളെ അറിയുമോ? എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നീ സമാധാനപ്പെട്. സ്റ്റാൻലി, അതിനു മുമ്പേ എനിക്കറിയണം എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ മോളെവിടെ? തനിക്കറിയോ എൻ്റെ മോൾ എവിടെയാണെന്ന്? അവളെ 23 വർഷം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ പേറി നടക്കാണ്. മരിച്ചെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ആ കുഞ്ഞുമുഖം, ആ പാൽമുഖം ഒരിക്കൽ പോലും കാണാൻ എനിക്ക് സാധിച്ചില്ല സ്റ്റാൻലി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോഫയിലിരിക്കുകയാണ് വൈജ. സ്റ്റാൻലി പറയുന്നുണ്ട്, നീ മുഖമുയർത്തി ഈ മുഖത്തേക്ക് നോയിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അലീനനെ അവളുടെ മുമ്പിലേക്ക് കൊണ്ട് നിർത്താണ്. അപ്പോഴേക്കും വൈജ സംശയത്തോടെ സ്റ്റാലിന്റെ മുഖത്തേക്ക് നോക്കുമ്പം നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും സ്റ്റാലി അയാളുടെ ഫോൺ എടുത്തിട്ട് പഴയൊരു ഫോട്ടോ കാണിക്കുകയാണ്. ഇതാരാണെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പം അത് ഇവളല്ലേ എന്ന് പറയുമ്പം അല്ല, ഇതെന്റെ അമ്മയാ, എൻ്റെ ചിന്നമ്മ എന്ന് പറയുന്നുണ്ട്. സ്റ്റാലിയുടെ അമ്മയോ എന്ന് ചോദിക്കുമ്പം അതെ. അതെങ്ങനെ എന്ന് ചോദിക്കുമ്പം നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് ചോദിക്കാണ്. വൈജ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, വൈജെ, നീ പ്രസവിച്ച മകൾ ഏതാണെന്ന് നീ ചോദിച്ചില്ലേ? അത് വേറെ ആരുമല്ല, ദേ ഈ നിൽക്കുന്ന അലീനിയ, നമ്മുടെ മോൾ എന്ന് പറയുന്നുണ്ട്. വൈജ ഒരു നിമിഷം താൻ നിൽക്ക് സ്വപ്നലോകത്താണോ എന്ന് പോലും ഓർത്തു പോവാണ്. തനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഇത്രയും നാളും താൻ കുറ്റപ്പെടുത്തിയ, താൻ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞ, തൻ്റെ ഭർത്താവിനെ ചേർത്ത് ഓരോ വൃത്തികളിൽ പറഞ്ഞ ആ പെൺകുട്ടി തൻ്റെ മകളാണെന്ന് പറയുമ്പോൾ അവൾക്കത് വിശ്വസിക്കാനാവുന്നില്ല. സ്റ്റാൻലി എന്തൊക്കെയാ പറഞ്ഞത്? ഇവള് നമ്മുടെ മകളോ? അതെ അലീന, ഇത് എൻ്റെ പൊന്നുമോളാണ്, എൻ്റെ പ്രിൻസസ്, എൻ്റെ രാജകുമാരി എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. വൈജയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല. അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, ഇല്ല, എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാനാവില്ല. വൈജയ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ദേ നീ ഈ ഫോട്ടോ കണ്ടില്ലേ? ഇതെന്റെ അച്ഛൻ, ഇത് ഞാൻ, ഇത് എൻ്റെ അമ്മ. നീ ഓർക്കുന്നില്ലേ പണ്ട് നീ ഫോട്ടോ കാണിച്ചത്? അപ്പൊ വൈജയ് ഓർക്കാണ് 23 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫോട്ടോ സ്റ്റാൻലി കാണിച്ചതായിട്ട്. അതിലെ ആ ചിന്നമ്മയുടെ അതേ രൂപമാണ് അലീനയ്ക്ക്. സ്റ്റാൻലി ആ ഒരു സമയം മരിക്കുന്ന സമയത്ത് ചിന്നമ്മയ്ക്കും ഏകദേശം 40-45 വയസ്സുണ്ടായിരുന്നല്ലോ. അലീനയ്ക്ക് ആ പ്രായമായി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അന്ന് ആ ചിന്നമ്മയും അലീനയും ഒരേ മുഖച്ഛായ. വൈജ പറയുന്നുണ്ട്, സ്റ്റാൻലി ഇതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അലീന അങ്ങനെ എൻ്റെ മകളാകും എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയാണ്, ഇനി നീ അറിയാത്ത വേറൊരു കഥ കൂടി ഞാൻ പറഞ്ഞു തരാം. നീ അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ചില്ലേ? ആ നിമിഷം തന്നെ എൻ്റെ അപ്പനും നിന്റെ അപ്പനും പിന്നെ നിന്റെ മൂത്ത സഹോദരനുണ്ടല്ലോ ഗംഗാധരമേനോൻ, അയാളും കൂടെ കൂടിയിട്ട് ഈ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഏത് ഓർഫനേജിലാണെന്ന് ഗംഗേട്ടൻ അറിയില്ല, പക്ഷേ നിന്റെ അച്ഛൻ അറിയായിരുന്നു, എൻ്റെ അച്ഛനും അറിയില്ലായിരുന്നു. കുട്ടിയെ എവിടെയാ കൊണ്ട് ഏൽപ്പിച്ചതെന്ന് നിന്റെ അച്ഛനല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു. ബ്രിജിത്ത മമ്മീന്ന് ഇവള് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജ് ആയിരുന്നു സ്നേഹനികേതം. അവിടുത്തെ ബ്രിജിത്ത എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ കയ്യിലേക്കാ നമ്മുടെ മകളെ നിന്റെ അച്ഛനും കൊണ്ട് ഏൽപ്പിച്ചത്. ശേഷം ഒരിക്കലും ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അന്ന് പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന അവിടെ നിന്ന് കരയാണ്. വൈജയ്ക്കത് കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ ആ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമാണ്. 23 വർഷക്കാലം എൻ്റെ കുഞ്ഞ് ഒരാളെ പോലെ അവിടെ വളർന്നു. നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ കാരണം. അപ്പോൾ വൈജ പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. പറഞ്ഞെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പം അതേ എന്ന് അലീന പറയുന്നുണ്ട്. അവൾക്ക് അവളുടെ കാതുകളെ വിശ്വസിക്കാനാവുന്നില്ല. അപ്പോഴേക്കും
നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കും ആദ്യം ഇത് കേട്ടപ്പോൾ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ വീണുപോയി. എൻ്റെ അച്ഛനും എൻ്റെ അപ്പച്ചൻ ഇവളെ ഓടിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ചിന്നമ്മയുടെ തനി സ്വരൂപമായ ഇവളെ കണ്ടപാടെ എൻ്റെ അപ്പച്ചൻ ഫ്ലാറ്റായി. എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എൻ്റെ മരിച്ചുപോയ അമ്മച്ചിയുടെ അതേ രൂപം. എൻ്റെ അമ്മച്ചി മരിച്ച് ഏതാണ്ട് 1 മാസത്തിനുള്ളിലാണ് ഇവളുടെ ജനനം. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മച്ചി തന്നെയാ ഇവളും എന്ന് പറയുമ്പോൾ വൈജിക്ക് സങ്കടം അടക്കാനാവുന്നില്ല. എനിക്ക് എൻ്റെ മകളെ മനസ്സിലായി. എനിക്ക് വിശ്വാസമാണ് ഇതെൻ്റെ മകൾ തന്നെയാ. അതിനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇവളുടെ ഈ മുഖം മാത്രം മതി, ഈ രൂപം മാത്രം. വൈജി അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്താ എന്താ വൈജി, നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ മകളായതെന്ന്? ഇനിയെങ്കിലും അവളെ ചേർത്ത് പിടിച്ചുകൂടെ? ഇത്രയും നാളും നീ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ഇവളോടല്ലേ? ബാലനെ കൂട്ടിച്ചേർത്തും നിന്റെ മകനെ കൂട്ടിച്ചേർത്തുമെല്ലാം നീയല്ലേ ഇവളുടെ മോശം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ലായിരുന്നു സ്റ്റാൻലി ഇവളെൻ്റെ മകളാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും ആദ്യമായി അലീന അവളെ അമ്മയെന്ന് വിളിക്കുകയാണ്. ആ വിളി കേട്ടതും മുഖത്തേക്കായി വൈജ മാറ്റുന്നുണ്ട്. എന്നിട്ട് അലീന നോക്കാണ്. അപ്പോഴേക്കും അലീന അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് വൈജയ്ക്കരികിൽ നിൽക്കുന്നുണ്ട്. മോളെന്നും പറഞ്ഞ് ആദ്യമായി വൈജ അലീനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് അവളുടെ കവളുകളും നെറ്റികളും തുരുതുരെ ഉമ്മ കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ, സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു നീ ജീവനോടെ ഉണ്ടെന്ന്. ഈ നിമിഷം വരെ സ്റ്റാൻലി പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് നീ ജീവനോടെ ഉണ്ടെന്ന്. നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? നീ അങ്ങ് ആദ്യം കൊല്ലപ്പള്ളി വന്നപ്പോൾ തന്നെ എന്നോട് പറയത്തില്ലായിരുന്നോ ഈ സത്യങ്ങളെല്ലാം? ഇത്രയും കാലം മറച്ചു വെക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ന് പറയുമ്പം മമ്മി എന്നോടൊരു വാക്ക് മേടിച്ചായിരുന്നു. അവിടെ വന്ന് അമ്മയെ കാണാം, അല്ലാതെ അമ്മയോട് താൻ ആരാണെന്ന് പറയാൻ പാടില്ല. ആരും ജീവിതത്തില് താനൊരു ബാധ്യതയാകാൻ പാടില്ല എന്ന് എൻ്റെ മമ്മിക്ക് ഞാൻ വാക്ക് കൊടുത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ടാ ആരോടും ഒന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ അത് ശരി, നിന്റെ അച്ഛനെ നീ എങ്ങനെ കണ്ടുപിടിച്ചത്? എന്നെ അവർക്കറിയാം. കൊല്ലപ്പള്ളിയിലുള്ള കുഞ്ഞിരാമൻ മേനന്റെ മകളാണ് ഞാനെന്നുള്ള കാര്യം സ്നേഹനികേതത്തിന് അറിയായിരുന്നു. പക്ഷേ സ്റ്റാലിനെ നിന്റെ അച്ഛനെ നീ എങ്ങനെ കണ്ടെത്തിയത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന വൈദ്യന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് പിന്നെ അച്ഛനോ? അതെ, നമ്മുടെ അച്ഛൻ. ഏതച്ഛൻ? അത് പിന്നെ ബാലേന്ദ്രൻ അച്ഛൻ എന്ന് പറയുമ്പോൾ വൈജ ഒന്ന് ഞെട്ടുന്നുണ്ട്. ബാലേട്ടന് ഈ കാര്യങ്ങളൊക്കെ അറിയോ? അറിയാം. എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. ആ ഫോൺ വഴി സംഭവമെല്ലാം ബാലനെ അറിഞ്ഞതും അറ്റാക്ക് വന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും നീലഗിരിയിൽ പോയി അന്വേഷിച്ചതും സത്യങ്ങൾ അറിഞ്ഞതും അതിനുശേഷം തന്നെ ചേർത്ത് പിടിച്ചതും അവസാനം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലിയെ പോയി കണ്ടുപിടിച്ചതും സ്റ്റാൻലി അടുത്തേക്ക് തന്നെ കൊണ്ട് ഏൽപ്പിച്ചതും അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം അലീന വിവരിച്ച് കേൾപ്പിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ അറിയാതെ ഇത്രയത്ര രഹസ്യങ്ങളുണ്ടായിരുന്നു എന്ന് വൈജി അപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. സ്റ്റാലിയുടെ കാര്യത്തിലും കുഞ്ഞിൻ്റെ കാര്യത്തിലും അതുപോലെ ബാലന്റെ കാര്യത്തിലുമെല്ലാം ഇത്രയേറെ രഹസ്യങ്ങളുണ്ടെന്ന് അപ്പോഴാണ് വൈജിക്ക് മനസ്സിലാവുന്നത്. വൈജി ആകെപ്പാടെ തകർന്നടഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അതൊക്കെ ഒന്നും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ബാലട്ടൻ അതുകൊണ്ടാണോ എന്നോട്? അതെ, അച്ഛൻ അതുകൊണ്ടാ അമ്മയോട് ഈ വെറുപ്പ് കാണിക്കുന്നത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അമ്മയുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അറിയാതെ അച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു പോയതാ, ഞാൻ പോലും അറിയാതെ. പിന്നെ എനിക്ക് അതിന് പിന്മാറാനായില്ല. സത്യമാണെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ നേരെ പോയിരുന്നു ഗംഗാധരൻ ഞങ്ങളുടെ അടുത്തേക്ക്. അവിടെ വെച്ചാണ് സത്യങ്ങളെല്ലാം അച്ഛൻ അറിയുന്നത്. ഇത് വേറെ ആർക്കൊക്കെ അറിയാം എന്ന് വൈജി ചോദിക്കുമ്പം കൃഷ്ണമോക്കറിയാം, അതുപോലെ ശിവേട്ടനും ഗംഗേട്ടനും പിന്നെ രാജീവനങ്കിളിനും മുത്തശ്ശിക്കും മനുവേട്ടനും ഒക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോക്ക് അവക്കറിയോ? അറിയാമേ, അന്ന് ഞങ്ങളെ കൂടെ റിസോർട്ടിലേക്ക് അച്ഛൻ പോയില്ലേ? ആ സത്യങ്ങൾ അവളോട് പറയാനാ അച്ഛൻ അവളെ കൂടെ കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോ ബാലട്ടന് എല്ലാം അറിയാമായിരുന്നല്ലേ? അതെ, പക്ഷേ അമ്മ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യും. ആ പേടി കൊണ്ടാ ഞാൻ അവിടെ നിന്ന് പോണതും അമ്മയും അച്ഛനും സ്നേഹത്തോടെ ജീവിക്കണമെന്ന് കരുതിയതും. അച്ഛൻ പക്ഷെ ഒരിക്കലും അമ്മയെ സ്വീകരിക്കില്ലെന്നാ പറഞ്ഞത്. ഇത്രയും ചതി അമ്മ ചെയ്തില്ലേ? അതുകൊണ്ട് 25 വർഷമായിട്ട് അമ്മയ്ക്ക് ഒരു തവണയെങ്കിലും അച്ഛനോട് സത്യങ്ങൾ തുറന്നു പറയായിരുന്നു. അതുകൊണ്ടാ അച്ഛനത്തേക്കും ദേഷ്യം എന്ന് പറയുമ്പോൾ വൈജോടെ വീണ്ടും കരയാണ്. അപ്പോഴേക്കും അലീന വൈജനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മേ, കരയാതെ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് അമ്മയുടെ ഒരുപാട് സ്നേഹമായിരുന്നു. അതെ, സ്നേഹമായിരുന്നു. ബാലേന്ദ്രന് എന്നെ പൊന്നുപോലെ നോക്കിയത്, ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ ആ പാവത്തിനെ ഞാൻ ചതിക്കുകയായിരുന്നു. ബാലൻ അത് മനസ്സിലാക്കി
ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് എനിക്ക് പോകാനാവില്ല അലീന. ഇത്രയും നാൾ എന്തുകൊണ്ടാ ഞാൻ എന്നെ സ്നേഹിക്കാത്തതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നീ അയാളുടെ മനസ്സിലുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുന്ന ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോഴല്ലേ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നുണ്ട്. മോളെ, എന്നോട് ക്ഷമിക്കണേ. നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് മോശം പറഞ്ഞു. നിന്നെ ബാലനെയും ചേർത്ത്, നിന്നെ രോഹിയും ചേർത്ത്, ഹരിയും ചേർത്ത്, മനോജ് ചേർത്ത്, ദീപോ സ്റ്റാലിനെ ചേർത്ത് പോലും നിന്നെക്കുറിച്ച് മോശം പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. എൻ്റെ അവസ്ഥയും എൻ്റെ സാഹചര്യവും ഒക്കെയാണ് കാരണം. നീ എന്നെ രഹസ്യമായിട്ടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. ഇത്രയും വർഷത്തിലേക്ക് ഇതൊന്നും പോവില്ലായിരുന്നു. ബാലനൊന്നും അറിയാതെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കാണ്, ഇനിയപ്പോ എങ്ങനെയാ വൈകിയ കാര്യങ്ങൾ എന്ന് പറയുമ്പം എനിക്കറിയില്ല. അപ്പോൾ അലീന പറയാണ്, അമ്മേ ഇതിനൊറ്റ പോംവഴിയേ ഉള്ളൂ. അമ്മ ഇത് അറിഞ്ഞു എന്ന് അച്ഛൻ ഒരിക്കലും അറിയാൻ പാടില്ല. അമ്മ അച്ഛനെ ഒരുപാട് സ്നേഹിക്കണം, മക്കളെ പൊന്നുപോലെ നോക്കണം. സ്നേഹം കൊണ്ട് അച്ഛൻ്റെ മനസ്സ് കീഴടക്കണം. പഴയതുപോലെ അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിലാവണം. അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം വൈജ പറയാണ്, എൻ്റെ മനസ്സിൽ ഇത്രയും നാളും ഒരു കുറ്റബോധമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ അതിലപ്പുറമാണ്. ഇപ്പോൾ എല്ലാം അദ്ദേഹത്തിന് അറിയാമല്ലോ എന്നൊരു ചമ്മലാണ് എനിക്ക്. എൻ്റെ ശരീരത്തോടും എൻ്റെ മനസ്സോടും എനിക്കിപ്പോൾ വെറുപ്പ് തോന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും നിങ്ങളുടെ അച്ഛനും കാരണം നശിച്ചു പോയത് നമ്മുടെ 3 പേരും ജീവിതമാണ് എന്ന് വൈജ പറയുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, എല്ലാം കഴിഞ്ഞു പോയി. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല വൈജ. എൻ്റെ മകളെ എനിക്കിപ്പോൾ കിട്ടി എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട്, സ്റ്റാലി എനിക്കെൻ്റെ മകളുടെ കൂടെ കുറച്ച് ദിവസങ്ങളൊന്ന് ജീവിക്കണം. അവളുടെ കൂടെ സന്തോഷമായിട്ട് എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണം എന്ന് പറയുമ്പം സ്റ്റാലി പറയാണ്, ഇനി അതിന് സാധിക്കില്ല. ഇത്രയും നാളും അവൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അതിന് കഴിയില്ലല്ലോ. ബാലൻ സത്യങ്ങൾ മനസ്സിലാക്കിയ അതോടുകൂടി നിന്റെ ജീവൻ തകരും. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം മോളെന്നും പറഞ്ഞുകൊണ്ട് വൈജ അലീനയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, ഞാൻ അവിടെ നിന്ന് വരാൻ കാരണം പോലും അച്ഛനും അമ്മയും മക്കളുമൊത്ത് സന്തോഷമായിട്ട് ജീവിക്കാനാ. അതുകൊണ്ട് ഇനിയെങ്കിലും അമ്മ സന്തോഷത്തോടെ ജീവിക്കണം. ഞാനാ മോളെന്ന് അമ്മ അറിഞ്ഞല്ലോ. അമ്മയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇനി എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാം, എന്നോട് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് സത്യങ്ങളൊന്നും വീട്ടിൽ പോയി പറയരുത്. അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കേണ്ട. അച്ഛൻ്റെ മനസ്സിനെ അമ്മ വേദനിപ്പിക്കേണ്ട. സത്യങ്ങൾ അമ്മ അറിഞ്ഞെന്ന് അറിഞ്ഞാലേ അച്ഛൻ നിമിഷം അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ കാരണം നിങ്ങളുടെ ജീവൻ തകരരുത്. അച്ഛനെയും അമ്മേനെയും കാണണം. രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം. അത് സാധിച്ചു. അത് മാത്രം മതി. ഒരു ഫോട്ടോ കൂടി എടുക്കണം. പിന്നെ രണ്ടുപേരും കൂടെ ഇത്രയും സമയം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചില്ലേ, അത് മാത്രം മതി എന്ന് പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും വയച്ച മോളെ നമ്മനെ കെട്ടിപ്പിടിച്ച് അതിനെ കുറേ ഉമ്മ എടുക്കാണ്. എൻ്റെ അരികിലുണ്ടായിട്ടും ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നെ എന്തുമാത്രം ഞാൻ ദ്രോഹിച്ചു. നിങ്ങളുടെ എൻ്റെ മനസ്സിൽ വെറുപ്പായിരുന്നു. നിന്നെ കൊല്ലാമുള്ള ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും അറിഞ്ഞില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സ്റ്റാലി പറയാണ്, നമ്മളെല്ലാവരും കല്യാണം കഴിച്ച് സുഖമായിട്ട് സന്തോഷമായി ജീവിച്ച സമയത്തെല്ലാം നമ്മുടെ മകള് ഒരു അനാഥാലയത്തിൽ ആരോരുമില്ലാത്ത ഒരു അനാഥ കുട്ടിയായിട്ട് വളരുകയായിരുന്നു. അവരെല്ലാം കയ്യിലിരിപ്പ് കൊണ്ട്, അവരെല്ലാവരും കൂടെ നമ്മൾ ചതിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജകുമാരി നമ്മുടെ കൂടെ ഒരു രാജകുമാരിയെ പോലെ കഴിയുമായിരുന്നു എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അതെ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സ്റ്റാൻലി എന്ന് പറയാണ്. അമ്മ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി വന്നതാ. എങ്കിലമ്മ തിരികെ പോയിക്കോ. അച്ഛൻ അറിയണ്ട. താമസിച്ചാ പിന്നെ അച്ഛന് സംശയം തോന്നില്ലേ? ശരി, ഞാൻ പോയിക്കോളാം. മോളിനി എന്നെ വിളിക്കില്ലേ? ഞാൻ വിളിക്കുകയും ചെയ്യും, വരികയും ചെയ്യും. ഇനി എനിക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ. അമ്മയെ പേടിക്കണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും വൈജ വീണ്ടും അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. കൃഷ്ണമ്മക്കപ്പോൾ സത്യങ്ങളെല്ലാം അറിയാമല്ലേ? അറിയാം. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഓരോ ഡോസ് തരുന്നത് അമ്മയുടെ അഹങ്കാരം ക്ഷമിക്കാൻ. അപ്പോഴേക്കും വൈജ ചിരിക്കുന്നുണ്ട്. അഹങ്കാരം അത് ഞാൻ എനിക്കണിഞ്ഞൊരു മുഖംമൂടിയാ. എൻ്റെ മനസ്സിലെ വിഷമം, എനിക്കുണ്ടായ ഡ്രോമ അതെല്ലാം മറക്കാൻ വേണ്ടിയാണ് ഞാൻ അഹങ്കാരവും ദേഷ്യമൊക്കെയുള്ള ആ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ മുഖംമൂടി അഴിച്ചു വെക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാലറ്റിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കും, എൻ്റെ മക്കളെ. അങ്ങനെ ആ സ്നേഹം കൊണ്ട് ഞാനൊരു വീർപ്പ് മുട്ടിക്കും. ബാലനെ കൊണ്ട് അവസാനം ഞാൻ സത്യങ്ങളെല്ലാം പറയിപ്പിക്കും. എന്നിട്ട് എൻ്റെ മോളെയും കൂട്ടി ഞാൻ അടപ്പോയി സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് സ്റ്റാൻലി പറയാണ്, ഇല്ല, എൻ്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. വൈജി പറയുന്നുണ്ട്, കുറച്ചാള് സ്റ്റാലിൻ്റെ കൂടെ, കുറച്ച് നാള് എൻ്റെ കൂടെ, അങ്ങനെ മതിയല്ലോ എന്ന് പറയുമ്പം അത് മതിയെന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട്.
വൈജയ്ക്കും അലീനയ്ക്കും സ്റ്റാലിക്കും ഒത്തിരി സന്തോഷമായി. അലീനയുടെ ഫോണിൽ 3 പേരും കൂടി ഒരു ഫോട്ടോ എടുക്കാണ്. ഒരിക്കലും ഈ ഫോട്ടോ അച്ഛൻ കാണാൻ ഇടയാകരുത് എന്ന് വൈജയ്ക്ക് നല്ല താക്കീതും കൂടി അലീന കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈജ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. ദേഷ്യത്തിൽ തുള്ളിച്ചടി വന്ന വൈജ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണത് പൗലോസും ആൻ്റപ്പനും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അലീനയും സ്റ്റാലിനും വന്ന് വൈജയ്ക്ക് യാത്ര അയക്കുന്നുണ്ട്. വൈജ കാർ ഓടിച്ച് തിരിച്ചു പോവാണ്. സ്റ്റാലി പറയാണ്, ഇത്രയും പെട്ടെന്ന് ഇതിങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോകുമെന്ന് ഞാൻ ഓർത്തില്ല. വൈജയുടെ ആദ്യത്തെ അടി എന്ന് പറഞ്ഞിട്ട് കവൽ തൊടുമ്പം അലീന പറയാണ്, ആരെങ്കിലൊക്കെ കയ്യിന്ന് അപ്പൊക്കെ അടിയുടെ ആവശ്യമുള്ളതാ. തന്തേനെയോ അനുസരണയില്ലല്ലോ, തള്ളേനെയും ആരെയും വകുപ്പില്ല. അപ്പോ എങ്ങനെയെങ്കിലും ഓണം കിട്ടുന്നത് നല്ലതായെന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. നീ പോടി എവിടുന്ന് എന്ന് പറഞ്ഞ സ്റ്റാലി തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ഇത്രയും വലിയൊരു കാർമേഘം ഒഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു എൻ്റെ മനസ്സിലും. അച്ഛാ, ഇത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ സത്യങ്ങൾ തുറന്നു പറയുന്നത് ഒരിക്കലും ഞാൻ കരുതിയില്ല. എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞല്ലോ, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. ഇതിൽ പരം എനിക്ക് എന്ത് വേണം എന്ന് ഞാൻ മനസ്സ് തുറന്ന് ഉറങ്ങും പപ്പ എന്ന് പറയുന്നുണ്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ മമ്മയെ വിളിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നില്ലാതെ ഇനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ മമ്മയെ വിളിക്കാം, സംസാരിക്കാം, അതുപോലെ സ്നേഹത്തോടെ സംസാരിക്കാം, എല്ലാം ചെയ്യാം. തിരിച്ചു പോകുന്ന വഴിക്കെല്ലാം വൈദ്യരുടെ മനസ്സിൽ അലീനയുടെ മുഖം മാത്രം കേട്ടോ ഓർമ്മ വരുന്നത്. അവളോട് താൻ എന്തൊക്കെ ദ്രോഹം ചെയ്തു അതെല്ലാം ഓർമ്മ വരികയാണ്. ഒരു അനാഥക്കുട്ടിയായിട്ട് അവൾ ഇത്രയും കാലം ജീവിച്ചല്ലോ, അതോർത്ത് അവൾക്ക് വലിയ വേദനയുണ്ട്. താനും മക്കളുമൊത്ത് സന്തോഷമായിട്ട് കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം തൻ്റെ പൊന്നുമോള് ഒരു അനാഥാലയത്തിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി യാചിച്ച് നടക്കുന്നതെല്ലാം അവൾക്ക് ഓർമ്മ വരികയാണ്. ഓർമ്മ വരുമ്പം അവളുടെ ചങ്ക് പടയുന്നുണ്ട്. കാറ് സൈഡിലേക്ക് ഒതുക്കിയിട്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. തൻ്റെ മകളെ ഇത്ര നാളും കാണാൻ കഴിയാത്തതിലുള്ള വിഷമം ഓർത്തുകൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടിക്കരയാണ്. അവൾ ഗംഗേട്ടനെ വിളിക്കാണ്. ഗംഗേട്ട, എനിക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഇന്ന് വൈകിട്ട് കടപ്പാട്ടൂരേക്ക് വരണം. ഇന്ന് വൈകിട്ടോ? സമയം എത്രയാണെന്ന് എൻ്റെ വിചാരം? ഞാനേ നീലഗിരിയില്ല, അല്ലാതെ കൊല്ലപ്പള്ളിയല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ ഗംഗേട്ടനോട് എത്തണം. എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. വീണ്ടും നീ എന്തെങ്കിലും അലമുണ്ടാക്കിയോ? അത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഗംഗേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ്. ശരി, ഞാൻ വരാം, നീ ഫോൺ കട്ടായിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജ നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോവാണ്. ഇതിന്റെ ബാക്കി സ്റ്റോറി അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.